നമസ്കാരം. പ്രധാന വാർത്തകൾ. ബിജെപിയുടെ ഒറ്റ വോട്ടും എങ്ങോട്ടും പോകില്ലെന്ന് മോഹൻ ജോർജ്. വിവാദങ്ങൾക്ക് പിന്നാലെ നിലപാടിൽ മലക്കം മറിഞ്ഞ് നിലമ്പൂരിലെ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്. ബിജെപിയുടെ ഒറ്റ വോട്ടും എങ്ങോട്ടും പോകില്ല എന്ന് മോഹൻ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. താമരചിഹ്നം കണ്ടാൽ വോട്ട് ചെയ്യാത്ത BJP-കാരനില്ല എന്നും മോഹൻ ജോർജ് പറഞ്ഞു. BJPക്ക് വോട്ട് കൂടുമെന്നതിൽ തർക്കമില്ല. കുടിയേറ്റ ഗ്രാമത്തിൽ ഉണർവുണ്ടാക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. BJPയുടെ ചുവടുറപ്പിക്കുന്ന തെരഞ്ഞെടുപ്പാണിതെന്നും മോഹൻ ജോർജ് വ്യക്തമാക്കി. ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞുകയറിയ ബസ് 3 സ്ത്രീകളെ ഇടിച്ച് പരിക്കേൽപ്പിച്ചു. ഡ്രൈവർക്കെതിരെ വധശ്രമത്തിന് കേസ്. സംഭവത്തിൽ ഡ്രൈവറായ മാള പുത്തൻചിറ സ്വദേശി നാസറിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അപകടത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട ഇയാളെയും ബസ്സും പോലീസ് കഴിഞ്ഞ ദിവസമാണ് കസ്റ്റഡിയിലെടുത്തത്. അഞ്ചാങ്കല്ല് ബസ് സ്റ്റോപ്പിൽ ബസ്സിന് സ്റ്റോപ്പുണ്ടായിട്ടും ബസ് കയറാൻ നിന്ന ആളുകൾക്കിടയിലേക്ക് ബസ് അമിത വേഗത്തിൽ ഓടിച്ചു കയറ്റുകയായിരുന്നു. സംഭവത്തിൽ ചൊവ്വൂർ സ്വദേശിനി പ്രേമാവതി, ഇവരുടെ മകൾ സയന, ചൊവ്വൂർ ചെറുവത്തേരി സ്വദേശിനി സംഗീത എന്നിവർക്കാണ് പരിക്കേറ്റത്. ഓടി മാറിയത് കൊണ്ട് മാത്രമാണ് ആരും മരിക്കാതിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. മകനെ അവസാനമായി കാണാൻ അമ്മ ഇന്നെത്തും. കുവൈറ്റിൽ ജോലിക്ക് പോയി തടങ്കലിലായ ജിനുവിന്റെ തിരിച്ചുവരവിന് വഴിയൊരുങ്ങുന്നു. ഇന്ന് രാവിലെ 11:15 ജിനു നെടുമ്പാശ്ശേരിയിലെത്തും. ഇടുക്കി അണക്കരയിൽ വാഹനാപകടത്തിൽ മരിച്ച ഷിബു ജിനു ദമ്പതികളുടെ മകൻ ഷാനറ്റിന്റെ മൃതദേഹം ജിനുവിന് എത്താൻ കഴിയാത്തതിനാൽ ഇതുവരെയും സംസ്കരിച്ചിട്ടില്ലായിരുന്നു. കുവൈറ്റിലെ മലയാളി അസോസിയേഷനും യാക്കോബായ സഭാ നേതൃത്വവും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, MPമാരായ ഡീൻ കുര്യാക്കോസ്, ആന്റോ ആന്റണി തുടങ്ങിയവരും വിഷയത്തിൽ ഇടപെട്ടിരുന്നു. നാളെ ഉച്ചയ്ക്ക് 12-ന് ഷാനറ്റിന്റെ മൃതദേഹം വീട്ടിലെത്തിക്കും. വൈകിട്ട് 3-ന് അണക്കര 7-ാം മൈൽ ഒലിവുമല പള്ളിയിൽ സംസ്കരിക്കും. ഏജൻസി ചതിച്ചതോടെയാണ് ജിനുവിനെ കുവൈറ്റിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എറണാകുളത്ത് CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിക്ക് കുത്തേറ്റു. ഫോർട്ട് കൊച്ചി സൗത്ത് ലോക്കൽ കമ്മിറ്റിയിലെ വെളി ബ്രാഞ്ച് മുൻ സെക്രട്ടറി റൂവസ് ഫെർണാണ്ടസിനാണ് കുത്തേറ്റത്. നിലവിലുള്ള ബ്രാഞ്ച് സെക്രട്ടറി ബിന്ദുവിന്റെ ഭർത്താവ് മുരളിയാണ് റൂഫസിനെ കുത്തിയത്. ബിന്ദുവിനെ റൂഫസ് കളിയാക്കിയതാണ് പ്രകോപനമെന്ന് പോലീസ് പറഞ്ഞു. വയറിന് കുത്തേറ്റ റൂഫസിനെ ആദ്യം കരുവേലിപ്പടി മഹാരാജാസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പിന്നീട് എറണാകുളത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തിൽ ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിലമ്പൂരിൽ കരുത്തുകാട്ടി PV അൻവർ. കേരളം ആകാംക്ഷയോടെ നോക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുകയാണ്. വോട്ടെണ്ണലിന്റെ ആദ്യ റൗണ്ടിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ കരുത്ത് കാട്ടി. തണ്ണിക്കടവിലെ ആദ്യ ബൂത്തിൽ LDF-നേക്കാൾ വോട്ട് PV അൻവർ നേടി. അതേസമയം 10,000 മുതൽ 15,000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പെന്നാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഉള്ളത്.